ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഇക്കോണമി 6th ചാപ്റ്റർ റൂറൽ ഡെവലപ്മെൻറ്റ് ഗ്രാമീണ വികസനമാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ 7th ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററാണ്. നമുക്കറിയാം, ഇപ്പോൾ തിങ്കളാഴ്ചയാണ് നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നത്. പറ്റുമെങ്കിൽ ഞായറാഴ്ച രാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ച തന്നെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതിന് മുന്നേ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച മുഴുവനായി നിങ്ങൾ ഈ എക്കണോമിക്സ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കും. നമുക്കറിയാം, ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു സബ്ജക്റ്റ് എന്ന രീതിയിലായല്ലോ. അപ്പോൾ തിങ്കളാഴ്ച മുഴുവൻ, അതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് 1 hour കാണണമെന്നില്ല. അരമണിക്കൂർ കണ്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടാവാം. അപ്പോൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ടായിരിക്കണം ഇത് കേൾക്കുന്നത്. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ സെൻറ്റൻസിലൂടെയും ഞാൻ കടന്നു പോകും. ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ആവർത്തിച്ച് പറയുന്ന കാര്യം എക്സാമിനേഷന് പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെയാണ് എന്ന് ഓർക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ 7th ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്, അതായത് തൊഴിൽ വളർച്ചയും അനൗപചാരികവൽക്കരണവും മറ്റു പ്രശ്നങ്ങളും. തൊഴിൽ, അതായത് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങളുടെ വളർച്ചയും അതോടൊപ്പം തൊഴിൽ മേഖലയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള അനൗപചാരികവൽക്കരണം, ഔപചാരികം അനൗപചാരികമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമിനേഷൻ പോയിന്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു അനൗപചാരികവൽക്കരണം നമ്മുടെ സമ്പദ്ഘടനയിൽ ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയിലെ തൊഴിലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇന്ത്യയിലെ തൊഴിൽ ഘടന, പ്രൈമറി സെക്ടർ, സെക്കൻഡറി, ടെർഷറി സെക്ടർ, അതായത് കാർഷിക അനുബന്ധ മേഖലകളിലും വ്യാവസായിക മേഖലകളിലും അതോടൊപ്പം സേവന മേഖലകളിലും ഇന്ത്യയിലെ എത്രമാത്രം ജനങ്ങൾ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിൽ കാർഷിക മേഖല എത്രമാത്രം പ്രാപ്തമാണ്, അതുപോലെ വ്യാവസായിക മേഖല എത്രമാത്രം പ്രാപ്തമാണ്, സേവന മേഖല എത്രമാത്രം പ്രാപ്തമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഗവൺമെൻറ് ജോബ്, അതായത് ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ അതിന് കുറേ സവിശേഷതകളുണ്ട്. അല്ലെങ്കിൽ ഫോർമൽ ഔപചാരിക മേഖലകളിൽ, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് അംഗീകൃത മേഖലകളിൽ ജോലി ചെയ്യുന്നവർ എത്ര പേരാണ്, അനൗപചാരിക അല്ലെങ്കിൽ ഇൻഫോർമൽ അൺഓർഗനൈസ്ഡ് അനൗപചാരിക അംഗീകൃതമല്ലാത്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവർ എത്ര പേരുണ്ട്, അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ നേടുന്നവർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അവസാനം അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയെക്കുറിച്ചും എന്തൊക്കെ തരത്തിലുള്ള തൊഴിലില്ലായ്മ ഉണ്ട് എന്നും സംസാരിച്ചുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ചാപ്റ്ററിനേക്കാൾ കുറച്ച് വലിപ്പം കുറവാണ് ഈ ചാപ്റ്ററിന്. എന്തായാലും നമുക്ക് ബുക്കിലേക്ക് കടക്കാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓർക്കേണ്ടത്, സാധാരണ എക്സാമിനേഷൻ പോയിന്റിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 5 മാർക്ക് ക്വസ്റ്റിനോ അതിൽ താഴെയൊക്കെ വരാറുള്ളൂ. കഴിഞ്ഞ 6ാമത്തെ ചാപ്റ്റർ സാധാരണ നമുക്കൊരു 8-9, അതായത് ഒരു essay ഒക്കെ ചോദിക്കുന്ന ഒരു ഒത്തിരി 6ാമത്തെ ചാപ്റ്റർ എക്സാമിനേഷൻ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നല്ല അത് പഠിച്ചാൽ തന്നെ നമുക്കൊരു 10ഓളം മാർക്കൊക്കെ കിട്ടും. ഇത് അത്ര ഇല്ല. ഞാനിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലതവണ ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പോകാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ടെക്സ്റ്റ് ബുക്കിലേക്ക് ഇൻട്രൊഡക്ഷൻ. വർക്ക് ഗീവ്സ് ബോത്ത് ലൈവ്ലിഹുഡ് ആൻഡ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, അതായത് നമ്മളൊരു തൊഴിൽ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജീവിത മാർഗവുമാണ്. അതോടൊപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണം. നമ്മളൊരു മാനസിക ശാരീരികമായി സന്തോഷം നമുക്ക് തരുന്നതും അതോടൊപ്പം നമ്മുടെ ഒരു ജീവിത മാർഗം കൂടിയാണ് തൊഴിൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇഷ്ടമില്ലാത്ത തൊഴിൽ നമുക്ക് കൂടുതൽ കാലം ചെയ്യാൻ പറ്റൂല. അതോടൊപ്പം ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, നമുക്ക് വരുമാനവും കിട്ടണം, അല്ലേ, ജീവിക്കണ്ടേ. When people work, they contribute to economic growth and development of the country. ജനങ്ങൾ എല്ലാവരും ജോലി ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ ഇക്കോണമിയിൽ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം നടക്കുകയുള്ളൂ, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ വികസനം നടക്കുകയുള്ളൂ. ഓക്കെ, ഇൻഫർമേഷൻ ഓൺ ദ ക്വാളിറ്റി ആൻഡ് നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ അവർ കൺട്രി ഹെൽപ്സ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമ്മുടെ രാജ്യത്തുള്ള
ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ ഓൺ ദ ക്വാളിറ്റി ആൻഡ് നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് അവർ കൺട്രി, നമ്മുടെ രാജ്യത്തുള്ള തൊഴിലവസരങ്ങളുടെ ക്വാളിറ്റിയും അതോടൊപ്പം സ്വഭാവവും, എത്തരത്തിലുള്ള തൊഴിലവസരങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ഏതൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റീസ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇക്കോണമിയിലെ ജനങ്ങളുടെ മനുഷ്യ വിഭവങ്ങളെ പ്ലാൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഫോം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലകൾ തൊഴിൽ മേഖലകളിലേക്ക് ജനങ്ങൾ കടന്നു പോകുന്നതിന് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മളെ സഹായിക്കുന്നു. എന്തൊക്കെ തൊഴിലവസരങ്ങളാണുള്ളത്, അതിൻ്റെ നേച്ചർ, അതായത് അതിൻ്റെ സാലറി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റീസ്, ഇതൊക്കെ ജനങ്ങളെ വ്യത്യസ്ത മേഖലകളിലേക്ക് തരംതിരിച്ച് നാച്ചുറലി പോകുന്നതിനും ബോധപൂർവം പോകുന്നതിനും സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ ബ്രിങ്സ് ഔട്ട് സോഷ്യൽ ഇഷ്യൂസ് ലൈക്ക് എക്സ്പ്ലോയിറ്റേഷൻ, ചൈൽഡ് ലേബർ എക്സെട്ര. അതോടൊപ്പം നമുക്കറിയാം 18 വയസ്സിൽ താഴെയുള്ള, മുന്നെയാണ് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ തൊഴിൽ ചെയ്യിപ്പിക്കുന്നത്, ബാലവേല, ചൈൽഡ് ലേബർ. അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലകളിലുള്ള ചൂഷണം, കുറഞ്ഞ വേതനം കൊടുത്തുകൊണ്ട് കൂടുതൽ ചൂഷണം ചെയ്ത് കഠിനാധ്വാനം ചെയ്യിപ്പിച്ച് അവരുടെ വർക്കിന് തുല്യമായി വേതനം കൊടുക്കാത്ത അവസ്ഥ, അതാണ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതൊക്കെ നമുക്ക് അറിയുന്നത് ഈ തൊഴിൽ മേഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതിലൂടെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ കടക്കുന്നത് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിലാളികളും തൊഴിലും. വർക്കേഴ്സ് മീൻസ് തൊഴിലാളികൾ, വർക്കേഴ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലാളികളും തൊഴിലും. നാഷണൽ ഇൻകം ഈസ് ഡിഫൈൻഡ് ആസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ എ കൺട്രി ഇൻ എ ഇയർ. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ മുന്നേയും നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ദേശീയ വരുമാനം. അത് ഓർക്കണേ, സെക്കൻഡ് ഇയർ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ്. നാഷണൽ ഇൻകം is the money value of all goods and services produced in a country. സെക്കൻഡ് ഇയർ ഫസ്റ്റ് അല്ല, സെക്കൻഡ് ചാപ്റ്റർ മാക്രോ എക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്ററിൽ മെയിനായി നമ്മൾ പഠിക്കുന്നതാണ് നാഷണൽ ഇൻകം, NI. ഫ്രം ദ ഇൻകം പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് ആൻ ഏർണിംഗ് ടോട്ടൽ. വരുമാന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്ത് ഒരു വർഷം എല്ലാ ജനങ്ങളും ഏൺ ചെയ്യുന്ന മൊത്തം വരുമാനത്തെ നമുക്ക് നാഷണൽ ഇൻകം എന്ന് പറയാം, അല്ലേ? അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം എല്ലാ ജനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ മണി വാല്യൂ, അതായത് ഓരോ മനുഷ്യരും ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട്, അത് സാധനമാവട്ടെ സേവനമാവട്ടെ, അതിൻ്റെ മണി വാല്യൂ ആണ് അവർക്ക് വേതനമായിട്ട് കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒരു വർഷം ഏൺ ചെയ്യുന്ന സമ്പാദിക്കുന്ന മൊത്തം വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയാം. It is the total income earned by the people from engaging in economic activity. ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ വരുമാനം കിട്ടുന്നത്? അവർ സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ. എന്താ സാമ്പത്തിക പ്രവർത്തനം? എന്തെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റീവായി ഏൺ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ് ഇക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ ഏതെങ്കിലും ഒരു ഉൽപ്പാദനത്തിൻ്റെ ഭാഗമാവുമ്പോൾ അവർക്ക് വരുമാനം കിട്ടുന്നു. ആ വരുമാനമാണ് നമ്മുടെ ഒരു രാജ്യത്തെ ഒരു വർഷത്തെ മൊത്തം ആ വരുമാനം കണക്കാക്കുകയാണെങ്കിൽ അത് ദേശീയ വരുമാനമാണ്, നാഷണൽ ഇൻകം ആണെന്ന് പറയാം. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റി ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. സാമ്പത്തിക പ്രവർത്തനം, ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ദേശീയ ഉൽപ്പാദനം, ഒരു രാജ്യത്തെ അല്ലെ ഒരു ലോകത്തുള്ള മൊത്തം ഉൽപ്പാദനത്തെ, ഒരു രാജ്യത്തെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ ഭാഗമാവുന്ന ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മൊത്തം ഉൽപ്പാദനത്തിലേക്ക് ആഡ് ചെയ്യപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദന പ്രക്രിയയിൽ ഭാഗമാകുമ്പോൾ ആ ഒരു രാജ്യത്ത് ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഭാഗമാവുന്ന ഉൽപ്പാദന പ്രക്രിയ മൊത്തം ചേർത്തുകൊണ്ടാണ് നമ്മൾ ദേശീയ ഉൽപ്പാദനം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, മൊത്തം ദേശീയ ഉൽപ്പന്നം, മൊത്തം വരുമാനം, അല്ലെങ്കിൽ മൊത്തം ഈ ഉൽപ്പന്നത്തെ മണി വാല്യൂവിലാക്കുമ്പോഴാണ് വരുമാനമാവുന്നത്. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് തന്നെയാണ് ഗ്രോസ് നാഷണൽ ഇൻകം ആവുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വർഷം നമ്മൾ 100 തേങ്ങ ഉണ്ടാക്കി. നമ്മുടെ വീട്ടിലെ തേങ്ങ ഉൽപ്പന്നം എത്രയാണെന്ന് ചോദിച്ചാൽ 100 ആണ്. അത് നമ്മുടെ തേങ്ങ പ്രൊഡക്ഷനാണ്, ഉൽപ്പന്നമാണ്. ഗ്രോസ് പ്രൊഡക്ഷൻ ഓഫ് കോക്കനട്ടാണ് 100 എണ്ണം. അതിനെ നമ്മൾ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ 500 രൂപ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ 1000 രൂപ നമുക്ക് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തേങ്ങ ഉൽപ്പാദിച്ച വകയിൽ നമ്മുടെ വീട്ടിലെ വരുമാനം 1000 രൂപ. അത്
ഗ്രോസ് ഇൻകമാണ്. കോക്കനട്ട് പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രോസ് ഇൻകമാണ് എന്ന് പറയാം, മൊത്തം ഇൻകം അല്ലേ. അപ്പോൾ ഓരോ പ്രൊഡക്ഷനെയും നമ്മൾ മണി വാല്യൂവിലേക്ക് ആക്കുമ്പോഴാണ് അത് ഇൻകം ആവുന്നത്. അത് ഔട്ട്പുട്ട്, അതിനെ വിൽക്കുമ്പോൾ, ഇപ്പോൾ തേങ്ങയാവട്ടെ റബ്ബറാവട്ടെ, അത് വിൽക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നു. ആ തേങ്ങയും റബ്ബറിനെയും നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയാം, അതിനെ വിറ്റ് കിട്ടുന്ന വരുമാനത്തെ ഇൻകം എന്ന് പറയാം. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റാണ് ഗ്രോസ് നാഷണൽ ഇൻകം ആവുന്നത്. നാഷണൽ പ്രോഡക്റ്റാണ് അത് നാഷണൽ ഇൻകം ആവുന്നത്. പ്രോഡക്റ്റാണ് ഇൻകം ആവുന്നതെന്ന് ഓർക്കുക. അത്തരത്തിലാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഓരോ മനുഷ്യരും ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് മാത്രമല്ല, സാധനങ്ങൾ മാത്രമല്ല, സേവനം. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ സേവനം, ഡ്രൈവേഴ്സിൻ്റെ സേവനം, ഇതെല്ലാം സേവനമാണ്, ഇതും പ്രൊഡക്ഷനാണ്. അപ്പോൾ സാധനമായോ സേവനമായോ മനുഷ്യർ ഏതെങ്കിലും ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ ആ മൊത്തം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഔട്ട്പുട്ട്, അത് സർവീസ് ആവട്ടെ, ഗുഡ്സ് ആവട്ടെ, സാധനമാവട്ടെ, സേവനമാവട്ടെ, അത് നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയാം. ഐദർ ഇൻ ദ ഫോം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് അങ്ങനെ ഒരു രാജ്യത്തുള്ള മൊത്തം, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള മൊത്തം പ്രൊഡക്ഷനെ നമുക്ക് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയാം. അതിനെ മണി വാല്യൂയിലേക്ക് ആക്കുമ്പോൾ ഗ്രോസ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയാം. ഓക്കെ, അതൊരു ആമുഖമായി ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആക്ച്വലി അത് പറയേണ്ട വലിയ കാര്യം ഇവിടെ ഇല്ല. നമുക്ക് എംപ്ലോയ്മെൻറ്റിലേക്ക് വരുന്നതിന് മുന്നേ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം, ഈ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമാകുമ്പോഴാണ് ഈ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഉൽപാദനത്തിന് അല്ലെ തൊഴിലിൽ പങ്കാളികളാകുമ്പോഴാണ് അവിടെ ഉൽപാദനം നടക്കുന്നതും വരുമാനം ഉണ്ടാവുന്നതും. ഓക്കെ, പേഴ്സൺ ഹു എൻഗേജ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ വർക്കേഴ്സ്. ആരാ തൊഴിലാളികൾ എന്ന് ചോദിച്ചാൽ, നമ്മൾ വെറുതെ ഒരു വെയിറ്റിംഗ് ഷെൽട്ടറിൽ പോയി ഇരുന്നിട്ട് അയ്യോ എൻ്റെ സമയം ഒത്തിരി പോയി എന്ന് പറഞ്ഞാൽ അത് തൊഴിലല്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമാവുമ്പോഴാണത് നമ്മുടെ തൊഴിലാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്കർ ആവുന്ന, ഒരു തൊഴിലാളി ആവുന്നത് ഒരു ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമാവുമ്പോഴും ആ ഉൽപ്പാദന പ്രക്രിയയിലൂടെ ആ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമാവുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുകയും ചെയ്യുമ്പോഴാണ് നമുക്കതൊരു തൊഴിലായിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ. നോക്കാം, ദർ ആർ ഹ്യൂജ് വേരിയേഷൻ ഇൻ സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് ഓഫ് ദ പീപ്പിൾ. നമ്മുടെ രാജ്യത്തുള്ള ഓരോ ജനങ്ങളുടെയും സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയൊക്കെ വ്യത്യസ്തമാണ്. സോ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ ഇൻ ഇന്ത്യ ഈസ് വെരി കോംപ്ലക്സ്. നമുക്കറിയാം, ഓരോ വ്യക്തികളുടെയും തൊഴിലിൻ്റെ മേഖലകളും അവർ ചെയ്യുന്ന തൊഴിലും ഒക്കെ വ്യത്യസ്തമാണ്. എന്തെല്ലാം തൊഴിലുകളാണ് ജനങ്ങൾ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഒരു ദിവസം നമ്മളൊരു ടൗണിലേക്കൊക്കെ ഇറങ്ങി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്ന പച്ചക്കറി വിൽക്കുന്നവർ, പഴം വിൽക്കുന്നവർ, ഡ്രസ്സ് വിൽക്കുന്നവർ, ചെരുപ്പ് വിൽക്കുന്നവർ, അതുപോലെ ഡ്രൈവേഴ്സ് ഉണ്ടാവാം, മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, കടല വറുക്കുന്നവരുണ്ടാവാം, ബുക്സ് വിൽക്കുന്നവരുണ്ടാവും, ബേക്കറി ഐറ്റംസ് വിൽക്കുന്നവരുണ്ടാവും. ഇതൊക്കെ വിൽക്കണമെങ്കിൽ ഇതിൻ്റെ മുന്നിൽ ഉൽപ്പാദനം നടത്തുന്നവരുണ്ടാവും. ഇങ്ങനെ എന്തെല്ലാം തൊഴിലുകളിലാണ് ജനങ്ങൾ ഏർപ്പെടുന്നത്, എന്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. നോക്കാം, ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തൊഴിലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ തൊഴിൽ സ്ഥിതിയുടെ ചില പ്രധാന സവിശേഷതകൾ. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തൊഴിലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, അതായത് ഇന്ത്യയിൽ ജനങ്ങൾ ചെയ്യുന്ന വ്യത്യസ്ത തൊഴിലിനെ പൊതുവായി എടുത്താൽ അതിൻ്റെ സവിശേഷതകളായി നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഒരു കോളത്തിൽ കളർ ചേഞ്ച് ആയിട്ടൊക്കെ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ആയിട്ട് ഓർക്കുക. ഓക്കെ, നോക്കാം, ഞാനൊന്ന് പറയാം. 93% of the workers work in the unorganized sector, only 7% of workers in the organized sector. ഇന്ത്യയിലെ തൊഴിലിനെ എടുത്താൽ, ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളെ എടുത്താൽ 93% ജനങ്ങളും അസംഘടിത മേഖലയാണ് ആശ്രയിക്കുന്നത്, അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. വെറും 7% ജനങ്ങൾ മാത്രമേ സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നുള്ളൂ. എന്താണ് അസംഘടിത മേഖല, എന്താണ് സംഘടിത മേഖല എന്നുള്ളത് നമ്മൾ പിന്നീട് കാണാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇനി മെനി ലൈക്ക് അഗ്രികൾച്ചർ ലേബറേഴ്സ് ഹാവ് ഓൺലി സീസണൽ എംപ്ലോയ്മെൻറ്റ്. തൊഴിലാളികൾക്ക് തന്നെ എല്ലാവർക്കും സ്ഥിരമായി തൊഴിലില്ല. മെജോറിറ്റി ജനങ്ങൾക്കും ഒരു വർഷത്തിൽ ചില സീസണിൽ മാത്രമേ തൊഴിലുള്ളൂ. ബാക്കി തൊഴിലില്ലാത്ത സീസണിൽ അവർ പോവർട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് പോവർട്ടി എന്നുള്ള ചാപ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെയോ മെനി വർക്കേഴ്സ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ വർക്ക് ഫോർ ലെസ് ദാൻ മിനിമം വേജസ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജനങ്ങൾ, എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം സ്വന്തമായിട്ടൊരു മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ, ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഇട്ടിട്ടൊരു
ഒരു ഷോപ്പ് നടത്തുന്നവരാവട്ടെ, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ ആവട്ടെ, അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി വിൽക്കുന്നവരാവട്ടെ, ഇതെല്ലാം അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. കൂലിവേല ചെയ്യുന്നവരാവട്ടെ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന മെജോറിറ്റി ജനങ്ങൾക്കും അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ കുറവ് വരുമാനമേ കിട്ടുന്നുള്ളൂ. അതും ഒരു സവിശേഷത. അതായത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ അത്രയും വരുമാനം അവരുടെ തൊഴിലിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. പിന്നെയോ ചൈൽഡ് ലേബർ ഈസ് പ്രിവലൻ്റ് ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി. ഇപ്പോഴും ബാലവേല നിലനിൽക്കുന്നുണ്ട്. വർക്കേഴ്സ് ഇൻ ദ ഓർഗനൈസ്ഡ് സെക്ടർ ലൈക്ക് ഗവൺമെൻറ് ആൻഡ് ഗുഡ് പ്രൈവറ്റ് കമ്പനീസ് ഹാവ് ഗുഡ് സാലറി ആൻഡ് ബെനിഫിറ്റ് ലൈക്ക് പെൻഷന്. അതായത് ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. ശമ്പളം കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്, ആനുകൂല്യം കിട്ടുന്നുണ്ട്, ശമ്പളത്തോടു കൂടിയുള്ള പല ലീവുകളും കിട്ടുന്നുണ്ട്. മെറ്റേണിറ്റി ലീവ്, പെറ്റേണിറ്റി ലീവ്, ചൈൽഡ് കെയറിങ് ലീവ്, ഇങ്ങനെയൊക്കെ ലീവ് കിട്ടിക്കൊണ്ട് അവർക്ക് ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും ലീവോട് കൂടിയിട്ട് അവർക്ക് സാലറിയും കിട്ടും. എക്സാമ്പിൾ നമുക്കറിയാം, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അതായത് എല്ലാ ടീച്ചേഴ്സും അല്ല, ഗവൺമെൻറ് സ്ഥാപനത്തിൽ അംഗീകൃത സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ്, ഇപ്പോൾ CBSE അൺഎയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യുന്നവർ അല്ല, അവർക്ക് സ്ഥിരമായിട്ട് നല്ല വരുമാനമൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി അവർക്ക് വരുമാനം കുറവാണ്. മാത്രമല്ല ആനുകൂല്യങ്ങളും അവർക്ക് കുറവാണ്. ലീവോട് കൂടിയിട്ടുള്ള ശമ്പളവും അവർക്ക് കുറവാണ്. അതേപോലെ ഇപ്പോൾ ഒരു സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ബസ്സിൽ, ഒരു പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുന്ന കണ്ടക്ടർക്ക്, ഡ്രൈവർക്കൊക്കെ അവർക്ക് ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അവർക്ക് വരുമാനമില്ല, അല്ലേ? എന്നാൽ വലിയ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഓർഗനൈസ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. പിന്നെയോ വർക്കേഴ്സ് ഇൻ ദ അൺഓർഗനൈസ് സെക്ടർ ഡു നോട്ട് ഹാവ് ദീസ് ബെനിഫിറ്റ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഇന്ത്യ ഹാസ് എ വർക്ക് ഫോഴ്സ് ഓഫ് 400 മില്യൺ. അതായത് 1999 മുതൽ 1999-2000 ആ കാലഘട്ടത്തിൽ ഒരു കണക്കാണ് പറയുന്നത്. ഇന്ത്യ ഹാസ് എ വർക്ക് ഫോഴ്സ് ഓഫ് 400 മില്യൺ. 75% ഓഫ് ദിസ് ഈസ് റൂറൽ വർക്ക് ഫോഴ്സ്. ഇന്ത്യയിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറായി അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള 400 മില്യൺ പീപ്പിൾസ് ഉണ്ട്. 21 വർഷം മുന്നത്തെ കണക്കാണ് അത്. 75% ഈ 400 മില്യണിൽ ജനങ്ങളിൽ 70% റൂറൽ വർക്ക് ഫോഴ്സാണ്. റൂറൽ അതായത് ഗ്രാമങ്ങളിൽ, കാരണം ഇന്ത്യയിലെ മെജോറിറ്റി ജനങ്ങളും ഗ്രാമങ്ങളിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഈ മൊത്തം 400 മില്യൺ പീപ്പിൾസിലും 70% ജനങ്ങളും ഗ്രാമങ്ങളിലുള്ളവരാണ്. ഇന്ത്യയിലെ മൊത്തം ജനങ്ങളിൽ തന്നെ 70% ഗ്രാമങ്ങളിലാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. 70% ഓഫ് വർക്കേഴ്സ് ആർ മെൻ, 30% ആർ വിമൺ. ഇന്ത്യയിലെ മൊത്തം തൊഴിൽ ചെയ്യാൻ തയ്യാറായ തൊഴിൽ ചെയ്യുന്നവരുടെയൊക്കെ കണക്ക് നോക്കുകയാണെങ്കിൽ അതിൽ 70% പുരുഷന്മാരാണ്, 30% സ്ത്രീകളുള്ളൂ. ഈ തൊഴിൽ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീകൾ നമുക്കറിയാം വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ ജോലി തന്നെയാണ്. പക്ഷെ അതൊന്നും നമ്മളിപ്പോഴും നാഷണൽ ഇൻകം കാൽക്കുലേഷനിലോ ഒന്നും കണക്കിൽപ്പെടുത്തുന്നില്ല. പുറത്തു പോയി ജോലി ചെയ്യുന്നവരെ മാത്രം, അതായത് വീട്ടിലെ ജോലിയും ചെയ്ത് അതിന് പുറമെ പുറത്തു പോയി ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവരെ മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത്തരത്തിലുള്ളവരെയാണ് നമ്മൾ 30% എന്ന് പറയുന്നത്. എന്നാൽ 70% പുരുഷന്മാരും പുറത്തു പോയി ജോലി ചെയ്യുന്നു, 30%മേ പോകാതെയുള്ളൂ. വിമൻ അക്കൗണ്ട് ഫോർ 1/3 ഓഫ് വർക്കേഴ്സ് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് 1/5 ഓഫ് വർക്കേഴ്സ് ഇൻ അർബൻ ഏരിയ. വിമൻ അക്കൗണ്ട് ഫോർ 1/3 ഓഫ് വർക്കേഴ്സ് ഇൻ റൂറൽ ഏരിയ, അതായത് 1/3 ഭാഗവും, ഈ മൊത്തം സ്ത്രീ തൊഴിലാളികളിൽ 1/3 ഭാഗവും ഗ്രാമങ്ങളിലുള്ള ജനങ്ങളാണ്. ആൻഡ് 1/5, എന്നാൽ ഈ മൊത്തം സ്ത്രീ തൊഴിലാളികളെ 5 ഭാഗമാക്കി ഡിവൈഡ് ചെയ്താൽ അതിലൊന്ന് മാത്രമേ അർബൻ ഏരിയ, പട്ടണങ്ങളിലുള്ള സ്ത്രീകൾ വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ തൊഴിലവസരങ്ങളുടെ സവിശേഷത എന്ന് പറയാം. ഒന്നുകൂടി പറയാം, ഞാൻ ഓർത്ത് നോക്കുക ഈ പോയിന്റ്സ് ഒക്കെ. 93% ഓഫ് വർക്കേഴ്സ് വർക്ക് ഇൻ അൺഓർഗനൈസ് സെക്ടർ, ഓൺലി 7% മാത്രമാണ് ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. മെജോറിറ്റി ജനങ്ങളും അഗ്രികൾച്ചർ സെക്ടറിനെ ആശ്രയിക്കുന്നതുകൊണ്ട് അവർക്ക് സീസണിൽ മാത്രമേ തൊഴിലുള്ളൂ. മെനി വർക്കേഴ്സ്, മെജോറിറ്റി ജനങ്ങളും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് പെൻഷനോ കൃത്യമായി ശമ്പളമോ നല്ല ശമ്പളമോ ആനുകൂല്യങ്ങളോ ഇല്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഓർഗനൈസ് സെക്ടറിൽ ജോലിയുള്ളൂ. ഓർഗനൈസ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ശമ്പളവും പെൻഷനും ലീവുകളും ഒക്കെ ഉണ്ട്. ലീവോടുകൂടി ശമ്പളവും ഉണ്ട്, അല്ലെങ്കിൽ ശമ്പളത്തോടു കൂടി ലീവും ഉണ്ട്.
പിന്നെ ഇന്ത്യയിലെ മൊത്തം വർക്ക് ഫോഴ്സിൻ്റെ എടുക്കുകയാണെങ്കിൽ 400 മില്യൺ വരുന്നുണ്ട്. അതിൽ മെജോറിറ്റിയും ഗ്രാമങ്ങളിലുള്ള ജനങ്ങളാണ്. ഈ ജനങ്ങളെ തന്നെ സ്ത്രീകളും പുരുഷനുമായിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ 70% പുരുഷന്മാരാണ് വരുന്നത്, 30% സ്ത്രീകൾ വരുന്നുള്ളൂ. ആ സ്ത്രീകൾ തന്നെ റൂറൽ ഏരിയയിലുള്ള സ്ത്രീകളാണ് കൂടുതൽ. അർബൻ ഏരിയയിലുള്ള, അതായത് ഈ തൊഴിലവസരങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൊക്കെ അർബൻ ഏരിയയിലുള്ളവരുടെ എണ്ണം കുറവാണ്. ഇത് 21 വർഷം മുന്നത്തെ കണക്കാണ്. ഇപ്പോഴതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും വർധനവും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ കാര്യം ഒന്ന് ഓർക്കുക, ബുക്ക് നോക്കുക, ഈ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാമിനേഷന് വല്ലപ്പോഴും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെൻറ്റ്, ജനങ്ങളുടെ തൊഴിൽ പങ്കാളിത്തത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം. ദ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഇതാ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെൻറ്റ്. അതിനെ ഒരു ഇക്വേഷനാക്കി ഡിവൈഡ് ചെയ്യാണ്. ആ വിലയിരുത്തുകയാണെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയും. എന്താ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ തൊഴിലാളി ജനസംഖ്യ അനുപാതം. അതായത് മൊത്തം ജനസംഖ്യയിൽ എത്ര പേർ തൊഴിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സിംപ്ലി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മൊത്തം പോപ്പുലേഷൻ എത്ര, അതിലെത്ര പേർ, ഇപ്പോൾ മൊത്തം പോപ്പുലേഷൻ 400 ആണെങ്കിൽ അതിൽ 300 പേർ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ 300/400 × 100. അതാണ് നമ്മുടെ ഇക്വേഷൻ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് പറയാം. ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ × 100. മലയാളത്തിലാണെങ്കിൽ ആകെ തൊഴിലാളികൾ ബൈ ജനസംഖ്യ × 100 എന്ന് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം ജനസംഖ്യയിൽ എത്ര പേർ തൊഴിൽ ചെയ്യുന്നു × 100. ശതമാനം ആക്കുന്നതുകൊണ്ടാണ് 100 എന്ന് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുന്നത് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കും. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ × 100. അല്ലെങ്കിൽ തൊഴിലാളി ജനസംഖ്യ അനുപാതം ഈസ് ഈക്വൽ ടു ആകെ തൊഴിലാളികൾ ബൈ ജനസംഖ്യ × 100. ഓക്കെ, this ratio help to understand the proportion of population actively contributing to production of goods and services. എന്തിനാണ് ഈ റേഷ്യോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ മൊത്തം ജനങ്ങൾ എത്ര പേർ തൊഴിൽ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ്. ഹയർ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഇൻഡിക്കേറ്റ് ഹയർ ഇൻവോൾവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ലോ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ആർ ലോ ഇൻവോൾവ്മെന്റ് ഓഫ് പോപ്പുലേഷൻ ഇക്കണോമിക് ആക്ടിവിറ്റി. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യത്തെ കുറച്ച് ജനങ്ങളെ സാമ്പത്തിക പ്രവർത്തനത്തിലെ ഭാഗമാവുന്നുള്ളൂ, തൊഴിൽ ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവരും തൊഴിൽ ചെയ്യാതെ ഇരിക്കുകയാണ്. ഇതിൻ്റെ റേഷ്യോ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം മെജോറിറ്റി ജനങ്ങളും തൊഴിൽ ചെയ്യുന്നുണ്ട്. അത് രാജ്യത്തിൻ്റെ വികസനത്തിനും, വ്യക്തിഗത വികസനത്തിനും കുടുംബ വികസനത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും സഹായിക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ താഴെ കുറേ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ടേബിളൊന്നും ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട. ഈ ഇക്വേഷനും അതിൻ്റെ ഒരു വിലയിരുത്തലും പഠിച്ചാൽ മതി. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ 2009-10 സമയത്തെ ഒരു വർക്കർ പോപ്പുലേഷൻ റേഷ്യോയുടെ കണക്കാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജെൻഡർ, സെക്സ്, അതായത് മെയിൽ ഫീമെയിൽ, സ്ത്രീ പുരുഷൻ, അതോടൊപ്പം വർക്കർ പോപ്പുലേഷൻ റേഷ്യോ മൊത്തം എത്രയാണ്, റൂറൽ ഏരിയയിൽ എത്രയാണ്, അർബൻ ഏരിയയിൽ എത്രയാണ്, ഗ്രാമങ്ങളിൽ എത്രയാണ്, പട്ടണങ്ങളിൽ എത്രയാണ്. എപ്പോഴത്തെ കണക്കാണ്? 2009-10 കാലഘട്ടത്തിലാണ്. പുരുഷന്മാർ മൊത്തം 54 സ്ത്രീകൾ മൊത്തം 21.9 മൊത്തം. അതോടൊപ്പം മീൻസ് റൂറൽ ഏരിയയിലുള്ള പുരുഷന്മാർ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, ഇത് റേഷ്യോ ആണ്, ശതമാനമാണ് പറയുന്നത്. റൂറൽ ഏരിയയിലുള്ളത് 54.3 അർബൻ ഏരിയയിലുള്ളത് ഇത് പുരുഷന്മാരെ 54.6 റൂറൽ ഏരിയയിലുള്ള വർക്കർ പോപ്പുലേഷൻ സ്ത്രീകളുടെ. എന്നാൽ സ്ത്രീകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 21.9 നമ്മൾ പറഞ്ഞു. റൂറൽ ഏരിയയിൽ 24.8%, അർബൻ ഏരിയയിൽ 14.7%. ടോട്ടൽ നോക്കുകയാണെങ്കിൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ 38.6 റൂറൽ ഏരിയയിലെ മാത്രം നോക്കുകയാണെങ്കിൽ 39. ഇത് ടോട്ടൽ എന്ന് പറയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കൂട്ടിയിട്ടാണ്. 39.9 അർബൻ ഏരിയയിൽ 35.5 അതായത് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ അത്ര ഉയർന്നതൊന്നും അല്ല നമ്മളത് എന്നാണ് കാണിക്കുന്നത്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ടേബിളൊന്നും ബൈഹാർട്ട് ആക്കണ്ട. പകരം എക്സാമിന് ചിലപ്പോൾ ഇങ്ങനൊരു ടേബിൾ തന്നിട്ട് വിലയിരുത്താൻ പറയുകയാണെങ്കിൽ ഈ ടേബിൾ ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ സെൻറ്റൻസ് ആയിട്ട് അവിടെ എഴുതി വെച്ചാൽ മതി. അതായത് ഈ ടേബിൾ കാണിക്കുന്ന വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ആണ്. അതിന് പുരുഷന്മാർ, സ്ത്രീകൾ, ടോട്ടൽ, റൂറൽ, അർബൻ എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്.
അത് ടോട്ടൽ മെൻ 54.4 ടോട്ടൽ വിമൻ 21.9. അതായത് ഈ ടേബിളിൽ എന്താ കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ സെൻറ്റൻസായി എഴുതിയാൽ മതി, അല്ലാതെ ഒരിക്കലും ടേബിളൊന്നും എക്സാമിന് ചോദിക്കൂല. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ടേബിൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം താഴെ സെൻറ്റൻസായി എഴുതിയിട്ടുണ്ട്. എറൗണ്ട് 39% ഓഫ് ദ പോപ്പുലേഷൻ ആർ വർക്കേഴ്സ്. ഏകദേശം 39% നമ്മുടെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. 38.6 എന്ന് ഇവിടെ കാണിച്ചിട്ടില്ല, അതാണ് 39. വർക്കർ പോപ്പുലേഷൻ റേഷ്യോസ് അറൗണ്ട് 40% ഇൻ റൂറൽ ഏരിയ ആൻഡ് 35.5% ഇൻ അർബൻ ഏരിയ. മൊത്തം റൂറൽ ഏരിയ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 39.9 എന്ന് കാണിച്ചില്ലേ, അതാണ് റൗണ്ട് ചെയ്തിട്ട് 40 എന്ന് പറഞ്ഞത്. അർബൻ ഏരിയയിൽ 35.5 എന്നല്ലേ, അത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ കണ്ടത് എന്താണ്, അത് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് മനസ്സിലായ രീതിയിൽ അവിടെ എഴുതിയാൽ മതി. ഓക്കെ, അത് അത്രയും നോക്കണ്ട, ഒന്നും ബൈ ഹാർട്ട് പഠിക്കണ്ട. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ നമ്മൾ പറഞ്ഞു ഏകദേശം ടോട്ടൽ ഒരു 38-39 ഉള്ളൂ, അതിൻ്റെ കാരണം എന്താണ് എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ബൈ വിമൻ ഇൻ ഈസ് ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ് ലൈക്ക്. ഇവിടെ മൊത്തത്തിൽ നമ്മുടെ ലോ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷനെ കുറിച്ചല്ല പറയുന്നത്, സ്ത്രീകളുടെ, നമുക്കറിയാം ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ നോക്കുവാണെങ്കിൽ സ്ത്രീകളുടെ ടോട്ടൽ 21.9 ഉള്ളൂ, റൗണ്ട് ചെയ്താൽ 22 വരുന്നുള്ളൂ. ഗ്രാമങ്ങളിലും അർബൻ ഏരിയയിൽ നന്നേ കുറവാണ്, 14.7 ഉള്ളൂ. ഈ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറയാൻ എന്താണ് കാരണം? ഇത് പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു 5 പോയിന്റ് ഉണ്ട്, അത് പഠിച്ചാൽ മതി, ഒരിക്കൽ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നോക്കാം. ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ബൈ വിമൻ, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറയാനുള്ള കാരണമെന്ത്? സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിലുള്ള കുറവ് എന്താണ് കാണിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാം. നോക്കാം. ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ബൈ വിമൻ ഈസ് ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ്. അതിൻ്റെ കാരണം എന്താ? ഒന്നാമത്തേത് ലോവർ വിമൻ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ അറ്റൈൻമെൻറ്റ്. സ്ത്രീകൾ അക്ഷരാഭ്യാസ നിരക്ക് സ്ത്രീകളിൽ കുറവാണ്, വിദ്യാഭ്യാസം കുറവാണ്. കേരളത്തിൻ്റെ മാത്രം കേസല്ല ഇത്, ഓൾ ഇന്ത്യ ലെവലാണേ പറയുന്നത്, കേരളത്തിൽ വളരെ കൂടുതലാണ്. Many men want their wives to be housewife. Many women also prefer that. മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യ രാജ്യത്ത് മിക്ക പുരുഷന്മാരും ആശ്രയിക്കുന്ന സ്ത്രീകൾ വീട്ടിൽ നിന്ന് വീട്ടു ജോലിയൊക്കെ ചെയ്ത് കുട്ടികളെയൊക്കെ നോക്കി ഭർത്താവിനെയൊക്കെ സംരക്ഷിച്ച് നിൽക്കണം എന്നാണ്. മാത്രമല്ല ഒരു വിഭാഗം സ്ത്രീകളും അത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. പുറത്ത് പോയി ജോലി ചെയ്യാനോ വീട്ടിലെയും പുറത്തെയും ജോലി ചെയ്യാനൊക്കെ മടിയാണ്. അവർ കരുതുന്നത് ഭർത്താവ് പോയിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ട് വരട്ടെ, ഞാൻ വീട്ടിൽ നിന്ന് ജോലിയൊക്കെ ചെയ്തോളും. അതാണ് സ്ത്രീകളെ തൊഴിൽ പങ്കാളിത്തത്തിൻ്റെ പങ്കാളിത്തം കുറയാനുള്ള വേറൊരു കാരണം. പിന്നെയോ മോസ്റ്റ് ഹൈ ഇൻകം ജോബ്സ് ആർ ഇൻ അർബൻ ഏരിയ. ഉയർന്ന വരുമാനമുള്ള ജോലിയൊക്കെ പട്ടണങ്ങളിലാണ്. ഇൻ റൂറൽ ഏരിയ ഓപ്പർച്യൂണിറ്റീസ് ആർ ലോവർ. മെജോറിറ്റി ജനങ്ങളും ഗ്രാമങ്ങളിലല്ലേ, അവിടെ തൊഴിലവസരങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടുന്നില്ല. മോർ വിമൻ ഇൻ റൂറൽ ഏരിയാസ് ആർ ഫോഴ്സ്ഡ് ടു വർക്ക് ടു ഏൺ എ ലിവിങ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടു ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കൂടുതൽ. ഈ ടേബിളിലും കണ്ടോ, ഗ്രാമങ്ങളിൽ 24.8 സ്ത്രീകൾ. അതെന്താ കൂടാൻ കാരണം? അവർ വിദ്യാസമ്പന്നരായതുകൊണ്ടോ ഒത്തിരി തൊഴിൽ അവസരം ഉള്ളതുകൊണ്ടോ അല്ല, അവർ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അവരുടെ കുടുംബം ജീവിക്കൂല, വേറെ വഴിയില്ല. അപ്പം എന്ത് ജോലി, കിട്ടിയ ജോലി, പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ വിദ്യാഭ്യാസമോ ഒന്നും ആവശ്യമുള്ളതൊന്നും ആയിരിക്കില്ല, എന്ത് ജോലിയാണോ കിട്ടുന്നത് അതൊക്കെ അവർ ചെയ്യാൻ തയ്യാറാണ്. എന്തിനു വേണ്ടി? അവരുടെ കുടുംബം ജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറയാൻ, അല്ലെ സ്ത്രീകളിലുണ്ടാവുന്ന തൊഴിൽ പങ്കാളിത്തത്തിൻ്റെ കുറവ്. കുറച്ചു പേർ സ്ത്രീകൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ എന്നതിൻ്റെ കാരണം ഇതാണ്. ഈ 5 പോയിന്റ് ഓർത്തേക്കോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. മോസ്റ്റ് ഹൗസ് ഹോൾഡ് കോഴ്സ് ലൈക്ക് ക്ലീനിങ്, വാഷിംഗ്, cooking etc. are done by women. Since housewives are not paid for this work, this is not regarded as employment. This lead to underestimation of female employment. വേറെ കാര്യം പറയുന്നു, ഇപ്പോൾ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറവാണ് എന്ന് നമ്മൾ പറയാൻ എന്താ കാരണം? സ്ത്രീകൾ വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്നു, വാഷിംഗ് ചെയ്യുന്നു, ക്ലീനിങ് ചെയ്യുന്നു, ഒരുപാട് ജോലി ചെയ്യുന്നു, കുട്ടികളെ കെയർ ചെയ്യുന്നു. ഈ ജോലിയൊക്കെ പുറത്തുനിന്ന് വന്ന ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കൂലേ? ഒരു സെർവൻ്റ് ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മ ചെയ്യുമ്പോഴല്ല ചേച്ചി ചെയ്യുമ്പോഴും നമ്മളതിന് ശമ്പളം കൊടുക്കുന്നില്ല അല്ലേ? എന്നിട്ട് വീട്ടിൽ നിന്ന് ഈ ജോലിയൊക്കെ അവർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അവർ തൊഴിൽ പങ്കെടുക്കുന്നില്ല, അവരുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇല്ല എന്ന്. ആക്ച്വലി അവർ തൊഴിൽ ചെയ്യുന്നില്ലേ? ഉണ്ട്. അതായത് ഇന്ത്യയിലെ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും തൊഴിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ടും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറവാണെന്ന് പറയാൻ എന്താ കാരണം? ഇവരുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഈ ജോലിക്കൊന്നും നമ്മൾ ഒരു സാലറി അല്ല, ഒരു വരുമാനം ഫിക്സ് ചെയ്തിട്ടില്ല. ഇവർ വീട്ടിലെ ജോലിയും ചെയ്ത് പുറത്തും പോയി ജോലി ചെയ്താൽ നമ്മൾ പറയും അവർ തൊഴിലുണ്ട്, അവർക്ക് ജോലിയുണ്ട് എന്ന് പറയും. അങ്ങനെയല്ലേ നമ്മൾ പറയാം സാധാരണ? അമ്മക്ക് എന്താ ജോലി എന്നൊക്കെ അല്ലേ, നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ പറയും അയ്യോ എനിക്ക് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ് എന്ന്.
പുറത്ത് എന്തെങ്കിലും പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൗസ് വൈഫിൻ്റെ ജോലിയും ചെയ്യുന്നു, പുറത്ത് പോയിട്ടും ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയും ജോലി ഉണ്ട് എന്ന്. അപ്പോൾ ആക്ച്വലി സ്ത്രീകൾ മൾട്ടിപ്പിൾ വർക്ക്, ഡബിൾ വർക്കാണ് ചെയ്യുന്നത്. അപ്പോഴേ അവരുടെ തൊഴിലാളികളായി പരിഗണിക്കുന്നുള്ളൂ. അത് നമ്മുടെ ഒരു കണക്കല്ല, നമ്മുടെ ഒരു പഠനത്തിൽ നമ്മുടെ വിലയിരുത്തലിൽ ഒരു മിസ്റ്റേക്കാണ് എന്നാണ് പറയുന്നത്. സ്ത്രീകൾ വീട്ടിൽ ചെയ്യുന്ന ജോലിയും തൊഴിലായിട്ട് പരിഗണിക്കണം. അതിന് ഫിക്സ്ഡ് ആയി ഒരു വരുമാനം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ രാജ്യത്തുള്ള ലോകത്തുള്ള എല്ലാ സ്ത്രീകളും തൊഴിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അവർ വർക്കേഴ്സാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അത് ഈ നമ്മൾ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറവാണ് എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ വരുമാന കാൽക്കുലേഷനിലുള്ള അല്ലെ വിലയിരുത്തലിലുള്ളൊരു മിസ്റ്റേക്കാണ് എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളെ തരംതിരിക്കുന്നത്. ഇതും കുറച്ചൊരു ഓർക്കേണ്ട ഒരു കാര്യമാണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ്, കാഷ്വൽ വേജ് ലേബേഴ്സ്, റെഗുലർ സാലറീഡ് എംപ്ലോയേഴ്സ്. ചിലപ്പോൾ എക്സാമിന് കുറേ തൊഴിലാളികളെ തൊഴിൽ ഡ്രൈവേഴ്സ്, ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്സ്, അതോടൊപ്പം നമ്മളിപ്പോൾ കൂലി വേല ചെയ്യുന്നവർ, ഇങ്ങനെ കുറേ ആളുടെ തൊഴിലൊക്കെ തന്നിട്ട് ഇതിനെ താഴെ പറയുന്ന 3 ഗ്രൂപ്പായി കാറ്റഗറൈസ് ചെയ്യാൻ, തരംതിരിക്കുക എന്ന് പറയും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കാഷ്വൽ വർക്ക് ചെയ്യുന്നവർ. കാഷ്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂലി വേലയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കാഷ്വൽ വർക്ക്സിൽ ഇൻവോൾവ് ആവുന്നവർ, അതായത് കൂലിപ്പണിക്കാർ. കാഷ്വൽ വർക്ക്സ് എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാർ തന്നെയാണ് പറയുക. അതുപോലെ റെഗുലർ സാലറീഡ്, സ്ഥിരം പെർമനൻറ്റ് ശമ്പളം കൃത്യമായി കിട്ടുന്ന തൊഴിലിൽ ഇൻവോൾവ് ആവുന്നവർ. ഓക്കെ, ഈ 3 കാറ്റഗറിയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ്. സ്വയം തൊഴിൽ ചെയ്യുക, സ്വന്തമായി ഒരു ബിസിനസ് നടത്തുക, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതൊക്കെയാണ് നോക്കാം. ഇതിന് എക്സാമ്പിളാണ് ഓർക്കേണ്ടത്. വർക്കേഴ്സ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ദിയർ ഓൺ എൻ്റർപ്രൈസസ് ടു ഏൺ ലിവിങ് ആർ കോൾഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. എക്സാമ്പിൾ ഷോപ്പ് നടത്തുക, ഷോപ്പ് കീപ്പേഴ്സ്. പിന്നെ ഡോക്ടേഴ്സ് സ്വന്തമായി ക്ലിനിക്ക് ഇടൂലേ, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്മാർ, അഡ്വക്കേറ്റുമാരൊക്കെ സ്വന്തമായി ക്ലിനിക്ക് ഇടുന്നവരുണ്ടാവാം. പിന്നെ ഒരു ഹോട്ടൽ നടത്തുന്നവർ, പിന്നെ അതുപോലെ ഗോൾഡ് സ്മിത്ത്, ബ്ലാക്ക് കൊല്ലന്മാർ, തട്ടാന്മാർ, ചെരുപ്പ് തുന്നുന്നവർ, ഇതെല്ലാം സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. ഇവരൊക്കെ അതായത് സ്വന്തമായി ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് അവർ അവിടെ ഇരുന്ന് ജോലി ചെയ്യാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ. ഇനി കാഷ്വൽ കൂലിവേല ചെയ്യുന്നവരാരാണ്? വർക്കേഴ്സ് ഹു ഗെറ്റ് ഡെയിലി വേജ് ആർ കാഷ്വൽ, അതായത് ഒരു ദിവസം ജോലിക്ക് പോയാൽ അന്നത്തെ കൂലി കിട്ടും. ഇപ്പോൾ നമ്മുടെ വളപ്പിൽ ജോലി ചെയ്യാൻ വരുന്നു, വീട്ടിൽ ഡെയിലി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ക്ലീനിങ്ങിന് വരുന്നു, അവരൊക്കെ കൂലിവേല ചെയ്യുന്നവരാണ്. ദേ ഗെറ്റ് നോ അലവൻസ്, ഇവർക്ക് അലവൻസോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. അന്ന് ജോലിക്ക് പോയാൽ അന്ന് വരുമാനമുണ്ട്, അന്ന് കൂലിയുണ്ട്, അത്ര മാത്രം. അതായത് കൃഷിക്കാർ, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നവർ, കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നവർ, അതുപോലെ നമ്മുടെ കാർഷിക ജോലി ചെയ്യുന്നവർ, അവരൊക്കെ കൂലിവേല ചെയ്യുന്നവരാണ്. ഇനി പെർമനൻ്റ് ഇൻകം ഉള്ളവർ, ഇവർ മെയിനായിട്ട് ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരാണ് റെഗുലർ സാലറീഡ് വർക്കേഴ്സ്. അതായത് അംഗീകൃത ഗവൺമെൻറ് സ്ഥാപനത്തിലോ അതുപോലെ അംഗീകൃത ഉയർന്ന പ്രൈവറ്റ് സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്നവരാണ് റെഗുലർ സാലറീഡ്. നോക്കാം. People employed in organized sector and getting regular salary and allowances are called regular salaried employees. Regular salaried total workers-ൽ 18% വരുന്നുള്ളൂ. ആൻഡ് കാഷ്വൽ വർക്കേഴ്സ് 30%. എന്നാൽ റൂറൽ ഏരിയയിൽ എടുക്കുകയാണെങ്കിലോ ടോട്ടൽ 55 വരുന്നുണ്ട്. പിന്നെ കാഷ്വൽ കൂലിവേല ചെയ്യുന്നവർ 35% വരുന്നത്. ബാക്കി റെഗുലർ സാലറിഡ് വരുന്നുള്ളൂ, ഏകദേശം 9-10 താഴെ വരുന്നുള്ളൂ. അർബൻ ഏരിയയിലോ സ്വയം തൊഴിൽ ചെയ്യുന്നവർ 42%. പിന്നെ റെഗുലർ സാലറീഡ്, പട്ടണങ്ങളിൽ റെഗുലർ സാലറീഡ് കൂടുതലായിരിക്കുമല്ലോ. ഗവൺമെൻറ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, ബാങ്ക് സ്റ്റാഫ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ സ്റ്റാഫ് എക്സെട്ര, നല്ല പബ്ലിക് പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെല്ലാം റെഗുലർ സാലറി, അവർക്ക് മന്ത്ലി കൃത്യമായി ശമ്പളം കിട്ടും. അപ്പോൾ തൊഴിലാളികളെ 3ആയി തരംതിരിക്കാം. സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കൂലിവേല ചെയ്യുന്നവർ, സ്ഥിര വരുമാനമുള്ളവർ. ഇന്ത്യയിൽ ആ കണക്ക് നോക്കിയ മൊത്തം വർക്കേഴ്സിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാ 2011-12 താഴെ ഒരു പൈ ചാർട്ട് കൊടുത്തിട്ട് കണ്ടോ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കേഴ്സ് അർബൻ ആൻഡ് റൂറൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ കണ്ടോ ആ പൈ ചാർട്ടിൽ റെഡ് കൊടുത്ത് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, റെഗുലർ സാലറിഡ് ബ്ലൂ ആണ്, കാഷ്വൽ വർക്കേഴ്സ് ഗ്രീൻ ആണ്. ആ പൈ ചാർട്ടിൽ 2011-12 റൂറൽ വർക്കേഴ്സ്, 11-12 അർബൻ വർക്കേഴ്സ്, ടോട്ടൽ വർക്കേഴ്സ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ വർക്കേഴ്സിൽ 52% സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അതിൽ തന്നെ പിന്നെ കാഷ്വൽ കൂലിവേല ചെയ്യുന്നവർ 15% വരുന്നത്. അപ്പോൾ ഇതൊരു കണക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കണമെന്നില്ല.
ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് മെജോറിറ്റി ജനങ്ങളും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് എന്നല്ലേ ഇവിടെ കാണിക്കുന്നത്. മൊത്തം നോക്കിയാട്ടെ എല്ലായിടത്തും റെഡ് അല്ലേ കൂടുതൽ, റൂറലിലും റെഡാ കൂടുതൽ. ഈ പൈ ചാർട്ട് നോക്കി മനസ്സിലാക്കിയാൽ മതി. ദ സെൽഫ് എംപ്ലോയിഡ് ഫോം നമ്മൾ ഇപ്പോൾ ഈ പൈ ചാർട്ടിൽ പറഞ്ഞ കാര്യമാണ് താഴെ സെൻറ്റൻസ് ആയിട്ട് പറയുന്നത്. താഴത്തെ പാരഗ്രാഫ്, self-employed form the largest segment of workforce in India. It is higher in rural area than in urban area due to predominance of agriculture. കാരണം അതാണ്, അതായത് റൂറൽ ഏരിയയിൽ അഗ്രേറിയൻ ഏരിയ ആണ് മെയിനായിട്ട്. ജനങ്ങൾ ആ കാർഷിക മേഖലയിൽ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവരായിരിക്കും. റെഗുലർ സാലറി ഈസ് എ സ്മോൾ സെഗ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയ ബട്ട് മച്ച് ഹയർ ഇൻ അർബൻ ഏരിയസ്. സ്ഥിരമായി വരുമാനമൊക്കെ ഉള്ളവർ ഗ്രാമങ്ങൾ വളരെ കുറവാണ്, അർബൻ ഏരിയയിൽ കുറച്ച് കൂടുതലാണ്. കാഷ്വൽ വർക്കേഴ്സ് ആർ മോർ ഇൻ റൂറൽ. കൂലിവേല ചെയ്യുന്നവർ ഗ്രാമങ്ങളിലാണ് കൂടുതൽ, പട്ടണങ്ങളിൽ കുറവാണ്. നമ്മൾ ഈ പൈ ചാർട്ടിൽ കണ്ട കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ചാർട്ടോ, ഈ ഒരു പൈ ചാർട്ട് തന്നിട്ട് നിങ്ങളോട് വിലയിരുത്താൻ പറഞ്ഞാലും ഇതിൽ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ താഴെ എഴുതിയാൽ മതി. ഓക്കെ, അതിനൊക്കെ അങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. എങ്ങനെ എഴുതിയാലും നിങ്ങൾ മനസ്സിലായ രീതിയിൽ എഴുതുക. ഇനി അടുത്തത് വേറൊരു ടേബിൾ കൂടി വരുവാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ബൈ ജെൻഡർ. സ്ത്രീ പുരുഷന്മാർ എന്ന രീതിയിൽ തൊഴിലവസരങ്ങളെ നമ്മൾ തരംതിരിച്ച് നോക്കുകയാണ്. ജെൻഡർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ത്രോ ലൈറ്റ് ഓൺ ജെൻഡർ ജസ്റ്റിസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. സീ ദ ഫോളോയിങ് ടേബിൾ. എത്രമാത്രം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യതയില്ല അല്ലേ? ജോലി കൂടുതൽ പുരുഷന്മാരാണ്, ഓർഗനൈസ് സെക്ടറിലും ഒക്കെ ജോലി ചെയ്ത് നോക്കാം. ടേബിൾ നോക്കാമല്ല. കാറ്റഗറി മെയിൽ വർക്കേഴ്സ്, ഫീമെയിൽ വർക്കേഴ്സ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആരാ? സ്ത്രീകളാണ് കേട്ടോ, 56%. ആൻഡ് പുരുഷന്മാർ 51 ഉള്ളൂ. ഈ സ്ത്രീകൾ എന്താ സ്വയം തൊഴിൽ കൂടുതൽ ചെയ്യാൻ കാരണം? സ്റ്റിച്ചിങ്, അതുപോലെ നമുക്കറിയാം എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി. ഇപ്പോൾ നമുക്ക് ഒത്ര പേരെ കേക്ക് ഉണ്ടാക്കൽ, അച്ചാർ ഉണ്ടാക്കൽ, അതുപോലെ ഫാഷൻ ഡിസൈനിങ് ചെയ്യുക, സ്റ്റിച്ചിങ്, മെഹന്തി മേക്കിംഗ്, ബ്യൂട്ടി പാർലർ, ഇങ്ങനെ ഒരുപാട് കാര്യം സ്ത്രീകൾ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ്, 56%. പിന്നെ സ്ഥിരം ജോലി ചെയ്യുന്ന നോക്കി റെഗുലർ സാലറിയിൽ പുരുഷന്മാർ 20%, സ്ത്രീകൾ 13% വരുന്നുള്ളൂ. ഈ കണക്കൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ബുക്ക് പഴയ എഡിഷനോ പുതിയ എഡിഷനോ ചെറിയ മാറ്റം ഉണ്ടാവും. അതൊന്നും നിങ്ങൾ വലിയ ടെൻഷൻ ആക്കണ്ട കേട്ടോ. എഡിഷൻ മാറിയാൽ ഡാറ്റയിലൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ, ലേറ്റസ്റ്റ് ഡാറ്റ. എങ്കിലും ഏകദേശം അവിടെ വന്ന് നിങ്ങൾ ഓർത്താൽ മതി ഏതാണ് കൂടുതൽ കുറവ് എന്ന്. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ടതല്ല. ഈ ടേബിളൊന്നും ചോദിക്കൂല. ടേബിൾ തന്നതിനെ വിലയിരുത്താൻ പഠിച്ചിരിക്കണം, ഇതിലെ അവസ്ഥ മനസ്സിലാക്കിയിരിക്കണം, കണ്ടന്റ് മനസ്സിലാക്കിയിരിക്കണം. കാഷ്വൽ വർക്കേഴ്സ്, അത് കൂലിവേല ചെയ്യുന്നവരിൽ കൂടുതലും അതും സ്ത്രീകളാണ്, ഫീമെയിലാണ് 31%. കാഷ്വൽ വർക്കേഴ്സിൽ പുരുഷന്മാർ 29%. അതായത് റെഗുലർ സാലറിയിൽ പുരുഷന്മാരാണ് കൂടുതൽ. ജസ്റ്റിസ് ഉണ്ടോ? ഇല്ല. റെഗുലർ സാലറി നേരത്തെ നമ്മൾ പറഞ്ഞു, റെഗുലർ സാലറിയിൽ മിക്കവാറും പുരുഷന്മാരാണ് കൂടുതൽ, സ്ത്രീകൾ കുറവാണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റിലും കാഷ്വൽ വർക്കേഴ്സിലും സ്ത്രീകളാണ് പൊടിക്ക് കൂടുതൽ. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് താഴെ ടേബിളിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി. നമുക്ക് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല അല്ലേ? ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ 8 ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സ് ഫോർ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം അണ്ടർ 3 മെയിൻ കാറ്റഗറീസ്. നോക്കാം ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ അല്ലേ? 3 മെയിൻ. ഈ 3 മെയിൻ കാറ്റഗറീസിൻ്റെ ഇടയിൽ സബ് ഡിവിഷനുണ്ട്. എന്താണ് പ്രൈമറി സെക്ടർ? അത് ഓർക്കണേ. പ്രൈമറി സെക്ടർ ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ ആൻഡ് ആൽഡ്, കൃഷിയും അനുബന്ധ മേഖല. കൃഷി, കന്നുകാലി വളർത്തൽ, ഔഷധ സസ്യം വളർത്തുക, ഫിഷറീസ്, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. മൈനിങ്, കോറയിങ്, ഫിഷറീസ്, ഇതെല്ലാം പ്രാഥമിക മേഖലയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, കൃഷിയും അനുബന്ധ മേഖലകളും, അതോടൊപ്പം മൈനിങ്, ക്വാറിങ്, ഫിഷറീസ് എക്സെട്ര. സെക്കൻഡറി സെക്ടറോ പൊതുവെ ഉൽപ്പാദന മേഖലയാണ്. മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, കൺസ്ട്രക്ഷൻ. അപ്പോൾ സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷനാണ് ഓർക്കേണ്ടത്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ ഒക്കെ ദ്വിതീയ മേഖലയാണ്. ഇനി ടേഴ്സറി സെക്ടർ സേവന മേഖലയോ? വ്യാപാരം, അതായത് ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, സർവീസ്. ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ആൻഡ് സർവീസ്, അതായത് ഗതാഗത, അതോടൊപ്പം വ്യാപാര, വാർത്താവിനിമയ മേഖലകളെല്ലാം ഈ സേവന മേഖല വരുന്നത്. പിന്നെ സർവീസ് സെക്ടർ. സർവീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ബാങ്കിങ്, ഇൻഷുറൻസ്,
ടീച്ചിങ്, അതോടൊപ്പം ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അതൊക്കെ സേവനമാണ്. അപ്പോൾ ടേഴ്സറി സെക്ടർ എന്ന് പറഞ്ഞാൽ ട്രേഡ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് ആൻഡ് സർവീസ് സെക്ടർ, എല്ലാ സേവന മേഖലകളും ടേഴ്സറി സെക്ടറിൽ വരുന്നതാണ്. ടേഴ്സറി സെക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സർവീസ് സെക്ടർ എന്നാണ് പറയുന്നത് അല്ലേ. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി എന്ന് പറയുന്നതിന് പകരം പ്രൈമറി, സെക്കൻഡറി ആൻഡ് സർവീസ് സെക്ടർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറി, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ എന്തൊക്കെയാണ്, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മറ്റ് സബ് സെക്ടേഴ്സ് ഏതൊക്കെയാണ് ഓർത്ത് വെക്കുക. ഇതൊക്കെ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഫേം, ഫാക്ടറീസ് ആൻഡ് ഓഫീസേഴ്സ്. ഇനി നമുക്ക് പൊതുവായി കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് ഇൻ ഫേം, ഫാക്ടറീസ് ആൻഡ് ഓഫീസേഴ്സ്. അതായത് ഫേംസിലും, അതായത് ഉൽപ്പാദന മേഖലകളിൽ, ഇൻഡസ്ട്രീസിൽ, കമ്പനീസിൽ, ഈ ഓഫീസേഴ്സ്, ഇവിടെയൊക്കെ നമ്മുടെ രാജ്യത്ത് എത്ര ജനങ്ങൾ തൊഴിൽ ചെയ്യുന്നുണ്ട്, എത്ര ശതമാനം ജനങ്ങൾക്ക് ഈ മേഖലകളൊക്കെ തൊഴിൽ കൊടുക്കാൻ പ്രാപ്തമാണ്, അത്തരത്തിലുള്ള ഒരു ഡാറ്റയാണ് നോക്കുന്നത്. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ടതല്ല. ഇവിടെയൊക്കെ പറയുന്ന ഇമ്പോർട്ടൻ്റായി ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ചാപ്റ്ററിന് ഒരിക്കലും ഒരു എസ്സേ ഒന്നും ചോദിക്കൂല, എപ്പോഴും ഷോർട്ട് കോഴ്സിനെ ചോദിക്കൂല, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അല്ലെങ്കിൽ ഷോർട്ട് കോഴ്സിന് ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഇപ്പോൾ വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ, എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കുറവാകുന്നത്, ഇന്ത്യയിലെ തൊഴിലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് തൊഴിലവസരം തന്ന് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ എന്ന് കാറ്റഗറൈസ് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, റെഗുലർ സാലറീഡ്, കാഷ്വൽ വർക്കേഴ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഷോർട്ട് കോഴ്സിന് അല്ലാണ്ട് ഒരിക്കലും എസ്സേ ചോദിക്കൂല. ഓക്കെ, അതുപോലുള്ള കുറച്ചൊരു പൊതുവായ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് നോക്കുക. As an economy develops, the share of agriculture in GDP declines, the share of industry and service increases. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ മുതലേ പഠിച്ചാണ്. ഒരു രാജ്യം വികസിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും GDP-യിലേക്കുള്ള സംഭാവന കുറയും. അതോടൊപ്പം മറ്റ് 2 സെക്ടറിൽ നിന്ന്, ഇൻഡസ്ട്രി സെക്ടറിൽ നിന്നും ടേഴ്സറിയോ സർവീസ് സെക്ടറിൽ നിന്നും GDP-യിലേക്കുള്ള ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്കും നാഷണൽ ഇൻകത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടും. At a higher level of economic development, service will grow faster than industry and agriculture. ഒരു രാജ്യം വളരെ ഫാസ്റ്റ്ലി വികസിക്കുകയാണെങ്കിൽ സേവന മേഖല ഫാസ്റ്റ്ലി വികസിക്കും. ഇപ്പോൾ അമേരിക്ക പോലെയൊക്കെ. അപ്പോൾ സേവന മേഖലയിൽ നിന്നും അവരുടെ ദേശീയ വരുമാനത്തിലേക്കുള്ള മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്ക്, മൊത്തം ദേശീയ ഉൽപ്പന്നത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വർദ്ധിക്കും. During this process, occupational distribution in an economy will also changes. അപ്പം നമ്മുടെ രാജ്യത്തെ പോലെ അഗ്രികൾച്ചർ സെക്ടറിനെ അല്ല ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുക, ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടറിനെയാണ്, മെയിൻലി സർവീസ് സെക്ടറിനെയാണ്. ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് വിൽ ഡിക്ലൈൻ ആൻഡ് ദ ഷെയർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സർവീസ് വിൽ ഇൻക്രീസ്. അലോങ് വിത്ത് ദിസ്, അർബനൈസേഷൻ ബിക്കം എ മേജർ ട്രെൻഡ്. ഒരു രാജ്യം വികസിക്കുമ്പോൾ അവിടെ അർബനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രാമീണവൽക്കരണത്തിൽ നിന്നും മാറി ഒരു പട്ടണവൽക്കരണം, ഗ്രാമങ്ങളിലെ ജനങ്ങൾ പട്ടണത്തിലേക്ക് ഒഴുകുന്ന, ഗ്രാമങ്ങളിലേക്ക് പോലും പട്ടണത്തിൻ്റെ ഒരു ട്രെൻഡ് വ്യാപിക്കുന്ന ഒരു പട്ടണവൽക്കരണം അല്ലെങ്കിൽ അർബനൈസേഷൻ സംഭവിക്കും. At a higher level of economic development, services will employ more person than industry. അതോടൊപ്പം തന്നെ നല്ലൊരു സാമ്പത്തിക വളർച്ച ഉണ്ടാകും. ഒരു രാജ്യം വികസിക്കുമ്പോൾ നല്ലൊരു സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ സേവന മേഖല ഒത്തിരി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കും. മെജോറിറ്റി ജനങ്ങൾ സർവീസ് സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും ഇൻഡസ്ട്രി സെക്ടറിനേക്കാൾ. അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ തോത് കുറഞ്ഞ് വരും. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചാണ്. ഒരു രാജ്യം വികസിക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് GDP-യിലേക്കുള്ള സംഭാവന കുറയും, മറ്റ് 2 സെക്ടറിൽ നിന്നും GDP-യിലേക്കുള്ള സംഭാവന കൂടും. അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടറിലുമായിരിക്കും മെജോറിറ്റി ജനങ്ങൾ തൊഴിൽ ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നത് അവരായിരിക്കും. അതിൽ തന്നെ സേവന മേഖലയിലേക്ക് മുന്നിട്ട് നിൽക്കുക എന്നത് അല്ലേ. അതിൻ്റെ ഒരു ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ബൈ ഇൻഡസ്ട്രി 2011-12 കണക്കാണ്. ഇതിൻ്റെ ഈ കണക്ക് തരുന്ന 21 ഇപ്പം കണക്ക് എടുത്തില്ലല്ലോ. കൊറോണ വന്നിട്ട് നമ്മുടെ ഈ സെൻസസ് ഡാറ്റ കളക്ഷനൊക്കെ നിന്നു പോയില്ല. അതുകൊണ്ടാണ് 10 വർഷം മുന്നത്തെ കണക്ക് തരുന്നത്. പെർസെൻറ്റേജ് ആണ്. ഇൻഡസ്ട്രിയൽ കാറ്റഗറി, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ 3 സെക്ടർ കൊടുത്തിട്ടുണ്ട്. പ്ലേസ് ഓഫ് റെസിഡൻസ് കൊടുത്തിട്ടുണ്ട്, റൂറൽ ആൻഡ് അർബൻ കൊടുത്തിട്ടുണ്ട്, മെയിൽ ഫീമെയിൽ കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൈമറി റൂറൽ 66.6 കാണിക്കുന്നത്. പ്രാഥമിക മേഖലയിൽ അർബൻ, അതായത് അർബൻ ഏരിയയിൽ, അതോടൊപ്പം പ്രാഥമിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ വെറും 9%. എന്നാൽ
പ്രൈമറി പ്രാഥമിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റൂറൽ ഏരിയയിൽ 66.6% ഉണ്ട്, അർബൻ ഏരിയയിൽ വെറും 9%. അതുപോലെ തന്നെ പ്രൈമറി സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൽ 43.6 ഫീമെയിൽ 62.8. സ്ത്രീകളാണ് കൂടുതൽ. പ്രൈമറി സെക്ടർ ടോട്ടൽ 48.9. അതായത് ഇന്നും മെജോറിറ്റി ജനങ്ങൾ 48.9% ഇന്ത്യയിലെ ജനങ്ങളും പ്രൈമറി സെക്ടറിനെ ആശ്രയിക്കുന്നു. സെക്കൻഡറി സെക്ടർ നോക്കിയേ, റൂറൽ ഏരിയയിൽ 16, അർബൻ ഏരിയയിൽ 31. എന്നാൽ മെയിൽ 25, സ്ത്രീകൾ സെക്കൻഡറി സെക്ടർ കുറവാണ് 20, മൊത്തം 24. ഇന്ത്യയിൽ ഇൻഡസ്ട്രി സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷൻ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ വെറും 24.3. മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷനും എല്ലാം കൂടിയാണ് സെക്കൻഡറി സെക്ടർ. ടേഴ്സറി സേവന മേഖലയിൽ റൂറൽ ഏരിയയിൽ വെറും 17.6, അർബൻ ഏരിയയിൽ 60%. സ്ത്രീകൾ 17.2 ഉള്ളൂ, പുരുഷന്മാർ 30.5, മെയിൽ 30.5 ആൻഡ് ഫീമെയിൽ 17.2, ടോട്ടൽ 26.8. ഇപ്പം നമ്മളെ രാജ്യം വികസിക്കുന്നു എന്നതിൻ്റെ ഒരു വിരോധാഭാസമാണ് ഇവിടെ കാണുന്നത്. രാജ്യം വികസിക്കുന്നു, പക്ഷേ പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും 48.9. സർവീസ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ, സേവന മേഖലയുടെ കോൺട്രിബ്യൂഷൻ കാര്യമായി കൂടിയിട്ടുമില്ല, ഇപ്പോഴും 26.8. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ പഠിച്ച കാര്യമാണ്, ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഈ ടേബിളിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് വീണ്ടും താഴെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്, നോക്കാം. The primary sector is the source of employment for the vast majority of workers. ഇപ്പോഴും മെയിനായി നമ്മൾ പ്രൈമറി സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Around 24% of workers are employed in the secondary sector. Around 27 in the service sector. Around 67 workers in rural area depend on the primary sector. Secondary and tertiary sector provide employment to only around 16 and 17% of workers respectively in rural areas. നമ്മളിവിടെ കണ്ടു, ഇതാ 16 മുതൽ 17%, 16-17% ജനങ്ങൾക്കൊക്കെ തൊഴിൽ കൊടുക്കാൻ സെക്കൻഡറി സെക്ടറും ടേഴ്സറി സെക്ടറിനും പ്രാപ്തമായിട്ടുള്ളൂ. ഇവിടെ ഗ്രാമങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ റൂറൽ ടേഴ്സറി സെക്ടർ 17%, അതോടൊപ്പം തന്നെ അർബൻ ഏരിയ മീൻസ് ഫീമെയിൽ സ്ത്രീകൾ, പുരുഷന്മാർ, സ്ത്രീകൾ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിളിൽ നമ്മൾ ഡാറ്റ കാണുന്നുണ്ട്. ഓക്കെ, around 63% of workers in urban area work in the service sector and around 44 in secondary sector. അർബൻ ഏരിയയിൽ സർവീസ് സെക്ടറിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്, 63ഓളം വരുന്നുണ്ട്, 44 മാത്രമേ അതോടൊപ്പം സെക്കൻഡറി സെക്ടറിനെ അവർ ആശ്രയിക്കുന്നുള്ളൂ. അത് നമുക്ക് ടേബിളിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് around 63% of workers in urban area work in the service sector, around 44 in the secondary sector. സെക്കൻഡറി സെക്ടറിന് ഏകദേശം 44% വരുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഏത് അർബൻ ഏരിയയിൽ around 63% of workers in urban area work in the service sector, around 44 in the secondary sector. അർബൻ ഏരിയയിൽ ഏകദേശം ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 63% പേരും സർവീസ് സെക്ടറിനെ ആശ്രയിക്കുന്നു, 44% പേര് മാത്രമേ സെക്കൻഡറി സെക്ടറിനെ ആശ്രയിക്കുന്നുള്ളൂ. പ്രൈമറി സെക്ടറിനെ ആശ്രയിക്കുന്നവർ വീണ്ടും കുറവാണ്, ഏകദേശം 9% ഒക്കെ വരുന്നുള്ളൂ. Primary sector employs only around 9% of workers in the urban areas. അതായത് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന, അപ്പോൾ നമ്മൾ കണ്ടത് നമ്മൾ ആ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു രാജ്യം വികസിക്കുമ്പോൾ പ്രൈമറി സെക്ടറിനെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരും, പ്രൈമറി സെക്ടറിൽ നിന്ന് GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറയുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നടന്നിട്ടില്ല. സെക്കൻഡറി സെക്ടറിനും ടെർഷ്യറി സെക്ടറിനും ഒക്കെ ആശ്രയിക്കുന്നത് ഇത്തിരി കൂടിയിട്ടുണ്ടെങ്കിലും പ്രൈമറി സെക്ടറിന് തൊഴിൽ ചെയ്യാൻ ജനങ്ങൾക്ക് ഇപ്പോഴും താല്പര്യമില്ല. ആ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, താല്പര്യമില്ലായ്മ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ജനങ്ങൾക്ക് മറ്റു തൊഴിലൊന്നും കിട്ടാതെ കൊണ്ട് പ്രൈമറി സെക്ടറിനെ തന്നെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത്. അവിടെ എപ്പോഴും ജോലിയില്ല, വല്ലപ്പോഴേ ജോലിയുള്ളൂ, എന്നിട്ടും ആ കിട്ടുന്ന ജോലി ചെയ്തിട്ട് അവിടെ ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു. മറ്റു തൊഴിലവസരം ഇല്ലാതെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. Now let us come to the gender distribution of workforce among various sectors. The primary sector is the source of employment to around 63% of female workers compared to around 44% for male. അതായത് മെജോറിറ്റി സ്ത്രീകളും പ്രൈമറി സെക്ടറിനെ ആശ്രയിക്കുന്നു, എന്നാൽ പുരുഷന്മാർ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം സ്ത്രീകൾക്ക് അവർക്ക് അറിയുന്ന കഴിവ് ഉപയോഗിച്ച്, പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ലാതെ അല്ലെങ്കിൽ പെട്ടെന്ന് തൊഴിൽ കിട്ടുന്ന മേഖല അതാണ്. കുറച്ച് തൊഴിലേ ഉള്ളൂ, എപ്പോഴും തൊഴിലില്ല, എങ്കിലും ജീവിക്കാൻ വേണ്ടി അവർ പ്രാഥമിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. The secondary and tertiary sector employ only lesser percentage of female than males. ദ്വിതീയ മേഖല അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സെക്ടേഴ്സ്, മാനുഫാക്ചറിംഗ് സെക്ടേഴ്സും സേവന മേഖലകളിലും
സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറവാണ്. കാരണം അവിടെ തൊഴിൽ കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കിൽ അറിഞ്ഞിരിക്കണം, ക്വാളിഫിക്കേഷൻ വേണം, ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തൊഴിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡറി സെക്ടറിലും ടെർഷ്യറി സെക്ടറിലും തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കുറവാണ് കാണിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ടേബിളിൽ കാണിച്ചിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിൻ്റെ പകുതിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്, 50%. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എംപ്ലോയ്മെൻ്റ് എന്ന ഏരിയയാണ്. ഇന്ത്യയിലെ തൊഴിലവസരങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ആ പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ, അതായത് തൊഴിലാളികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ മൊത്തം പോപ്പുലേഷൻ ഇൻറ്റു 100, ആ ഇക്വേഷൻ ഓർത്തിരിക്കണം. പിന്നെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഈ ഓരോ മേഖലയിലും ഉൾപ്പെട്ടിരിക്കുന്ന തൊഴിൽ എന്തൊക്കെയാണ്. പ്രാഥമിക മേഖലയാണ് കൃഷി, അനുബന്ധ മേഖലകൾ, ഫിഷറീസ്, മൈനിങ് ഒക്കെ. സെക്കൻഡറി ആണെങ്കിൽ കൺസ്ട്രക്ഷൻ, ടേഴ്സറി ആണെങ്കിൽ സർവീസ്, സേവന മേഖലകൾ വരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള എക്സാമ്പിൾ ഓർക്കണം. പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, കാഷ്വൽ വർക്കേഴ്സ്, കൂലി വേല, സ്വയം തൊഴിൽ, റെഗുലർ സാലറി, പെർമനൻ്റ് ഇൻകം കിട്ടുന്ന, ഇതിലൊക്കെയുള്ള തൊഴിലിൻ്റെ എക്സാമ്പിൾസ് ഓർക്കണം. പിന്നെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറയാനുണ്ടായ കാരണം, ഇത്രയും കാര്യമാണ് ഇതുവരെ എടുത്തതിൽ ഓർക്കേണ്ടത്. അതായത് ഇന്ത്യയുടെ തൊഴിലിൻ്റെ സവിശേഷതകൾ, തൊഴിൽ പൊതുവായ സവിശേഷതകൾ, വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ ഇക്വേഷൻ, സ്ത്രീകളുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കുറയാനുള്ള കാരണം, പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, റെഗുലർ സാലറിഡ്, കാഷ്വൽ വർക്കേഴ്സ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ്. ഇത്രയും 5 ക്വസ്റ്റ്യനാണ് ഇതുവരെ എടുത്ത ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ടത്. ഇനി അടുത്തതിൽ ഇതുപോലെ ഇത്രയും ഇല്ല. ഇനി ഇതിൻ്റെ ഹാഫ് പോർഷൻ വരുന്നതിൽ കുറച്ച് കാര്യങ്ങളെ വീണ്ടും വരുന്നുള്ളൂ. അവിടെയും കുറച്ച് ടേബിൾസ് ഒക്കെ വരുന്നുണ്ട്, 2-3 ടേബിൾ വരുന്നുണ്ട്. അവിടെ കാര്യമായിട്ട് വരുന്നത് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ഒരു കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഒക്കെ പറയുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് റെഗുലർ സാലറിയുടെ അല്ലെങ്കിൽ ഓർഗനൈസ് സെക്ടറാണ്, ഓർഗനൈസ് സെക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഓർക്കാം. അത്തരത്തിലുള്ളൊരു ക്ലാസ്സാണ് അടുത്ത ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിവിടെ വെച്ച് നിർത്താം. അടുത്ത ക്ലാസ് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഓർക്കുക, ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ വരില്ല, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് തന്നെ ഈ ക്ലാസ് കേൾക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്താം.